ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയ്ക്കടുത്തുള്ള കിള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ഒരു സ്ക്രാപ്പ് യാർഡാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് വണ്ടികൾ ഇവിടെ പൊളിക്കാനായിട്ട് കിടപ്പുണ്ട്. സ്പെയറുകൾ ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. റണ്ണിങ്ങിലുള്ള ഒരുപാട് വണ്ടികളുടെ സ്പെയർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഓരോ വണ്ടികളായിട്ട് നമുക്ക് കാണാം. ഇതുണ്ടോ, ഈ കിടക്കുന്ന ബെൻസ് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ക്രാപ്പ് യാർഡ് പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ക്രാപ്പ് യാർഡിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാട്ടോ. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. മായ ബസാർ, മൂക്കാര പഴയ ഒരു പടത്തിൻ്റെ പേരാണ് മായ ബസാർ. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നല്ല രണ്ട് കിടിലം വണ്ടി വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ ഒന്ന് ആര്യ, ഒന്ന് SS. ഇതിൻ്റെ SS 800 അങ്ങനെയല്ലേ? അതെ, നമ്മളെ പഴയ ജപ്പാൻ മോഡൽ 800 ആണ്. SS എന്നല്ലേ പറയുന്നത്, SS 800 അങ്ങനെയായിട്ട് പറയുന്നത്. ഈ ഒരു ബോഡിക്ക് പോലും ഇപ്പോഴും ഡിമാൻഡുണ്ട് കേട്ടോ. അങ്ങനെ അവർ വെച്ചേക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ ടയറിലൊക്കെ കൂമ്പാരിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ജിപ്സി കാണാം. സൈഡിൽ വേറെയൊക്കെ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണേ. ഇവിടെ ഒരു 800 അങ്ങനെ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എഞ്ചിനൊക്കെ പൊളിച്ച് പീസാക്കുകയാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്ക് അടുത്തുള്ള കിള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ മായ ബസാർ എന്ന് പറയുന്ന സ്ക്രാപ്പ് യാർഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് വണ്ടികൾ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ. അതൊക്കെ ഇങ്ങനെ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാനൊരു സ്ക്രാപ്പ് യാർഡ് പരിചയപ്പെടുത്തുന്നത്. ഇതിന് 1 മണിക്കൂറിനുള്ളിൽ തീരുമല്ലേ? ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഈ വണ്ടി പീസാവും. ബാക്കി ഇട്ടത്തില്ല. അവസാന ശ്വാസം എടുത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിലായിട്ടൊരു ബീറ്റ്, അത് അങ്ങനെ പൊളിച്ചിങ്ങനെ വരിയായി വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കുറേ സ്ക്രാപ്പ് കൂടി കിടക്കുന്നതിനെ കൊണ്ട് ഏതൊക്കെ വണ്ടികളാണ് എന്നുള്ള പോലെ അറിയാൻ പറ്റുന്നില്ല. നമ്മൾ മെയിനായിട്ട് നമുക്ക് മുകളിലൊക്കെ നോക്കുമ്പോൾ 800 പിന്നെ അങ്ങനെയുള്ള വണ്ടികളൊക്കെ തിരിച്ചറിയാം. ബാക്കിയൊക്കെ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അത്രയ്ക്ക് ഡാഷ് ബോർഡും ഡോറും ഡിങ്കികളൊക്കെ അങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. ഈ കിടക്കുന്ന ടയറൊക്കെ നല്ല ടയറുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇതിൽ 13, അതേപോലെ 14 അങ്ങനെ പല ടൈപ്പിനുള്ള ടയറുകൾ ഇട്ടേക്കാണ്. നോക്കിയെടുക്കാൻ പറ്റും. ടയറൊക്കെ മേടിക്കാൻ പോകുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള മാർക്കറ്റ് വളരെ കിടലാണ്. ഒരുപാട് സാധനങ്ങൾ സെലക്ട് ചെയ്യാണ്ട്. ഓക്കെ, എന്തുമാത്രം ടയർ അടക്കുന്നതെന്ന്. ഇതൊക്കെ പെട്ടെന്ന് പോവും. 13 ഇഞ്ച് ടയറൊക്കെ ഇവിടെ ഭയങ്കര മൂവിങ് ആണ്. ഈ സെൻറ്റിലും മാരുതി 800 ഭയങ്കര മൂവിങ് ആണ്. ഇതൊക്കെ പെട്ടി ഔട്ടാരെ ഒരു ബോഡി മുകളിൽ കയറ്റി വെച്ചേക്കാം കേട്ടോ. നമ്മളിതിൻ്റെ അകത്തൂടെ അങ്ങോട്ട് കയറുവാണേ. ഓക്കെ, 2 സൈഡിലായിട്ട് എന്തുമാത്രം വണ്ടികളാണ് പൊളിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇൻഡിക്കയാണോ? ഇൻഡിക്കയാണ് കേട്ടോ. ഇൻഡിക്ക ഇങ്ങനെ പിരിന്നുകൊണ്ടിരിക്കുക. ഇതിലൊന്നും ഇനി ഒന്നും എടുക്കാനില്ലാന്ന് തോന്നുന്നു അല്ലേ? മാരുതി 800 ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഒമിനിയുടെ ഡോറ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ടാറ്റ നാനോ തുളിച്ചിരിക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു ടാറ്റ ഇൻഡിക്ക കിടപ്പുണ്ട്. ഇത് കുറച്ചങ്ങ് ഉള്ളിലോട്ട് കയറി പോകണം. നമ്മൾ മാക്സിമം അങ്ങോട്ടൊക്കെ പോയി ഉള്ള വണ്ടികളൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇത് റെഡിയാക്കി എടുക്കാനുള്ളതാണോ അതോ പൊളിക്കാനുള്ളതാണോ? പൊളിക്കാനുള്ളതാണ് അല്ലേ? ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ തന്നെ പൊളിച്ചെടുക്കാനുള്ളതാണോ കൊടുക്കാനുള്ളതാണോ ഡൗട്ട് അടിച്ചു. ഓക്കെ, ഇതൊക്കെ എല്ലാം ഓടി വരുന്നതാണല്ലേ. പക്ഷേ ഇതിൻ്റെ ബാറ്ററിയൊക്കെ നല്ല ബാറ്ററി ആയിരിക്കും അല്ലേ? കണ്ടിട്ട് നല്ല ബാറ്ററി ഒന്നും. ഇതൊക്കെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എത്ര രൂപ കൊടുക്കും ബാറ്ററി? എത്ര 1000 രൂപ കൊടുക്കൂ? പകുതി വില. നമ്മളെ ബാറ്ററിയും കൊടുക്കണം. നമ്മളിവിടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, ഇവിടുത്തെ ഒരാളാണ്. പുള്ളി ഫേസ് നമ്മൾ കാണിക്കില്ല. പുള്ളിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പറ്റാത്തതുകൊണ്ടാണ് ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ കേട്ടോ. പിന്നെ അതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോഡ് സ്പെയർ അടുക്കി വെച്ചിരിക്കുക. അതൊരു കിടിലൻ വണ്ടി. അതേത് വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കണേ? ഓടിയാണല്ലേ? അത് പൊളിക്കാനുള്ളതല്ലേ? പൊളിക്കാനുള്ള തന്നെ. അതൊക്കെ നിർത്തിയേക്കാണ്. കാരണം പൊളിച്ചിടേണ്ട കാര്യമില്ല. അത് മഴയൊക്കെ നനഞ്ഞ് കുളമായിരിക്കാൻ വിട്ട് അങ്ങനെ വെച്ചേക്കാം. ആൾക്കാർ വരുമ്പോൾ ഇളക്കി കൊടുക്കാമല്ലോ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആക്സിൽ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ കാണാം. ഇതൊക്കെ നമ്മൾ തിരക്കി വരുമ്പോഴല്ലോ ഇതിൻ്റെയൊക്കെ വിലകൾ. ഒറിജിനൽ നമ്മളിപ്പോൾ പോയി കടകളിൽ തിരക്കി കഴിഞ്ഞാൽ ഭയങ്കര വിലയായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ പകുതി വിലയ്ക്ക് എടുക്കാൻ പറ്റും. ഇവിടെ പഴയ 2 വീലറൊക്കെ പൊളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സാധനവും ഇവിടെ കിട്ടും അല്ലേ? എല്ലാം അത് സെപ്പറേറ്റ് യാർഡുണ്ടോ 2 വീലർ വയ്ക്കുന്നത്? അതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ അല്ലേ? നമ്മളിതാ നേരത്തെ പറഞ്ഞ ഓടി ഇതുണ്ടോ, ഇത് തൊട്ടിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? സീറ്റെല്ലാം എടുത്ത് കൊടുത്തു. സീറ്റൊക്കെ നല്ല കിടുന്ന സീറ്റല്ലേ. അതാ ബൈക്കിൻ്റെ ഒരു എൻജിൻ തറയിൽ കിടക്കുന്നു. ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് വണ്ടികൾ.
ഇത് നമ്മൾ ആക്സെൻ്റ് അല്ലേ, അതെ ഉണ്ട്. ആക്സെൻ്റ് ഈ സൈഡിൽ വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ മുകളിലോട്ട് വെക്കണമെങ്കിൽ ബൈക്കിൻ്റെ സൈലൻസറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാട്ടാക്കട കിള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മായ ബസാർ സ്ക്രാപ്പ് യാർഡിലാണ്. സാധാ ബുള്ളറ്റ് അല്ലേ ഇത്? കണ്ടിട്ട് വലിയ പഴക്കമില്ലല്ലേ? പഴയ ബുള്ളറ്റ് അല്ലല്ലേ ഇത്? പഴയ അല്ലല്ലോ. ആ ഇത് ഒരുപാട് പഴക്കമുള്ളതല്ലേ. ഞാൻ എൻ്റെ ആ സ്റ്റമ്പും ഡിസ്ക് ബ്രേക്കും കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ നാനോ കിടപ്പുണ്ട് കേട്ടോ. ഒരു നാനോ അതിൻ്റെ ഇടയുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ അങ്ങോട്ട് വേറെ ഉണ്ട്. അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ വേറെ ഒരുപാട് കാണാണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പതുക്കെ പോവാണ്. ഒരുപാട് ബൈക്കും സ്കൂട്ടറൊക്കെ ഇങ്ങനെ അടിച്ച് ഒതുക്കിയിട്ടിരിക്കുക. വാഗനർ. ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക, സെന്ന്, അതേപോലെ തന്നെ ബീറ്റ്, സ്പാർക്ക്, വാഗനർ, സെന്ന്, പുതിയ മോഡൽ, പഴയ മോഡൽ ഒക്കെ ഉണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ സ്പെയർ നിറച്ച് വെച്ചിരിക്കുക. പിന്നെ ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ, നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരു സ്കോർപ്പിയോടെ പോകുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ നിർത്തി പീസായിട്ട് ഇളകി കൊടുക്കുകയാണ് അവർ. അതാണ് പൊളിച്ച് കളയാത്ത. പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും കിട്ടത്തില്ല. ഇതാകുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഒരു സാധനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ നനയാത്ത സാധനം തന്നെ എടുത്തു കൊടുക്കാൻ പറ്റും. അത് കണക്ക് തന്നെ അവിടെ 2 വണ്ടി കിടപ്പുണ്ട്. ഷെവർലെറ്റിൻ്റെ തന്നെ 2 അല്ലേ? അതെ, സ്പാർക്കിൻ്റെ ഒന്ന് ഒപ്റ്ററാണ്. അപ്പോൾ അതൊക്കെ റയർ വണ്ടിയില്ല. അതൊക്കെ നിർത്തി സ്പെയർ അങ്ങനെ കിട്ടത്തില്ലല്ലേ ഇതിൻ്റെ ഒന്നും. സെക്കൻഡ് സ്പെയർ വലിയ പാടാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തെടുത്ത് ഓരോ വണ്ടികളായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് വണ്ടിയുണ്ട്. അതാ ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, എന്തുമാത്രം ഏരിയ കിടക്കണം നോക്കി അങ്ങനെ വളഞ്ഞ് കിടക്കുക. അതിൻ്റെ അകത്ത് മൊത്തവും എല്ലാം കൂടെ എത്ര വണ്ടി വരും? ഒരു 10,000 കൂടുതൽ വരും. ഇവർക്ക് വേറെ ഒരു യാർഡ് കൂടെ ഉണ്ട്, അവിടെ വണ്ടി കിടപ്പുണ്ട്. അതങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. കോളിസ് നല്ല കിടിലം ഒരു ബോഡി. ഇതാ ഈ കിടക്കുന്ന ലാൻസറാണെന്നാണ് തോന്നുന്നത്. ലാൻസർ തന്നെ തോന്നുന്നു. അത് ഫ്രണ്ടൊക്കെ ഇളകി പോയതിനോട്ടൊന്നും പിടുത്തം കിട്ടില്ല. അതിങ്ങനെ ഈ പരുവത്തിലിരിക്കുക. അതിൻ്റെ സൈഡിലായിട്ടൊരു സ്കോഡ കിടപ്പുണ്ട്. നമ്മളിങ്ങനെ വണ്ടികൾ ഓരോന്നിങ്ങനെ പരിചയപ്പെടുത്തി ഇങ്ങനെ പോകണം കേട്ടോ. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടൊന്ന് എഞ്ചിനൊക്കെ ഉണ്ടോ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഇന്നോവയാണ് കേട്ടോ. ഇന്നോവയാണെന്ന് സത്യം പറഞ്ഞാൽ ഫ്രണ്ട് കണ്ടപ്പോൾ അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കുറേയൊക്കെ ഇത് പോയി. എന്നാലും ബാക്ക് നോക്കുമ്പോൾ ഇത് പഴയ മോഡലാണോ? അത് പഴയ മോഡൽ ഇന്നോവ. അതിൻ്റെ പുറകിലായിട്ട് വേറെയൊക്കെ വണ്ടി കിടപ്പുണ്ട്. ഇവിടെ ഒരു സ്കോഡ ഒറ്റാവിയല്ലേ ഇത്? ഏത് ബോഡിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ആരുടെ ഇപ്പോൾ കളഞ്ഞിട്ട് പോയെന്ന് ആലോചിക്കണം. ഇതൊക്കെ എന്ത് കേസ് കൊണ്ടായിരിക്കും കളഞ്ഞിട്ടുണ്ടാവുക? എൻജിൻ പറ്റാത്തതുകൊണ്ടാണോ അതോ ബോർഡ് കംപ്ലൈൻറ്റോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഓട്ടോമാറ്റിക്. ഈ ഓട്ടോമാറ്റിക്കുള്ള വണ്ടികളെ കുഴപ്പം ഇതാ എന്തെങ്കിലും. ഈ സൺറൂഫൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കൂലേ? ഇത് എത്ര റേഞ്ചൊക്കെ വരും? എന്നാലും ഒരു 25 രൂപയ്ക്കകത്തൊക്കെ വരുമല്ലേ? ഈ കാണുന്ന സ്കോഡയുടെ മോഡൽ സൺറൂഫുള്ള വണ്ടിയാണ്. ഈ സാധനമൊക്കെ വേറെ വണ്ടികളിൽ മാച്ചാക്കി എടുക്കാൻ പറ്റും. ഇതൊക്കെ ബോർഡ് കംപ്ലൈൻ്റ് ഒക്കെ വരുന്നതിനെ കൊണ്ട് കളയുന്നതാണ്. റിപ്പയർ ചെയ്ത് മുതലാക്കാൻ പറ്റത്തില്ല. അതൊക്കെയാണ് ഈ സ്കോഡയുടെ കുഴപ്പം. അപ്പോൾ അങ്ങനെയുള്ള സ്പെയറുകളുണ്ട്. പിന്നെ പുറകിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ട് നാനോ കിടപ്പുണ്ട്. ഒരു കണ്ട സേരി ആയിട്ടേക്കുന്ന വണ്ടിയാണ് കിടക്കുന്നത് കേട്ടോ. പക്ഷേ കുറേയൊക്കെ ഇളകി പോയിട്ടുണ്ട്. അതായത് ഷെവർലെറ്റ്, ബീറ്റിൻ്റെ കുറേ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. ബീറ്റിനകത്ത് വല്ലതും ഉണ്ടോ? സീറ്റുണ്ട്, പിന്നെ കുറേയൊക്കെ പൊടിയടിച്ചിരിക്കുകയാണ്. അതായത് ഇതാണ് നാനോയുടെ അവസ്ഥ. നാനോയുടെ സീറ്റ് ഒരെണ്ണം പോയിട്ടുണ്ട്. ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നാനോയുടെ അങ്ങനെ സ്പെയർ പോവും. എൻജിൻ സ്പെയറൊക്കെ പോകും അല്ലേ? നാനോയുടെ എൻജിൻ സ്പെയറും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. നോക്കി എന്ത് ലുക്കാന്ന് നോക്കി, ഒരു ചടക്ക് പോലും ഇല്ല വണ്ടിയിൽ. ഇതവിടെ ഒരു മാരുതി എസ്റ്റീം പിന്നെ പൊളിച്ചിട്ടിരിക്കുക. ഇതെന്തായാലും ചക്കക്കുരുവോ എലി കൊണ്ടുവച്ചായിരിക്കും. അത് ഇൻറ്റീരിയറൊക്കെ ഇപ്പോഴും കിടലായിട്ടിരിക്കുക. നല്ല സീറ്റാട്ടോ ഇതിൻ്റെ. ഇങ്ങനെ ഫംഗസ് പിടിച്ചിരിക്കണതിന് നല്ല തുടച്ചെടുത്ത അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് അതൊന്നും അറിയാൻ പറ്റുമല്ലോ. 1 പുറത്തേ ഉള്ളൂ കേട്ടോ. 1 സംതിങ് 1.5 ആയിട്ടുമില്ല. ഇത് നമുക്ക് സെന്നിലൊക്കെ വയ്ക്കാൻ പറ്റും. ഈ ടൈപ്പ് സ്വിച്ച് വയ്ക്കാൻ പറ്റും. സെന്നിൽ വയ്ക്കാൻ പറ്റും.
ഇത് രണ്ടത് ആക്കിയതാണെന്ന് തോന്നുന്നല്ലേ? പവർ വിൻഡോ ആക്കിയതാണ്. പക്ഷേ ഈ പവർ വിൻഡോ സ്വിച്ചുകളൊക്കെ നമുക്ക് സെനിലൊക്കെ വെക്കാൻ പറ്റും. ടാറ്റ ഇൻഡിഗോ TDI. പക്ഷേ വലിവ് കുറവാണെങ്കിൽ നല്ല മൈലേജുള്ള വണ്ടിയാണ് കേട്ടോ. അതിനകത്ത് സീറ്റും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞു. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും കൊള്ളാം. ഇതിൻ്റെയൊക്കെ സ്പെയറുകൾ എനിക്കൊന്ന് ഡീസൽ വണ്ടി അതിനൊക്കെ കൊണ്ട് ഇത് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും. പഴയ ഒരു മാരുതി 800 അതിനകത്തുനിന്നും കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് കുറേ സാധനങ്ങൾ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ബാക്ക് സൈഡ് എത്തി നമ്മൾ. അവിടെ ഒരുപാട് സാധനങ്ങൾ, അവിടെയൊക്കെ വേറെ ഏതൊക്കെയോ വണ്ടി കിടപ്പുണ്ട്. ഒരു ജിപ്സിയുടെ ബോഡിക്ക് നിങ്ങൾ കൊടുക്കത്തില്ലേ? ജിപ്സി കിടപ്പുണ്ട്. അത് ഇങ്ങോട്ട് നോക്കുമ്പോൾ അടുത്തത് ഒരു മാരുതി എസ്റ്റീം. പിന്നെ വരുമ്പോൾ ഇത് നമ്മളെ പഴയ അതല്ലേ ഫിയറ്റ്, ഏതായിരുന്നു? ഫിയറ്റ് അല്ലേ ഇത്? നോക്കട്ടെ, ഇതൊരു ഫിയറ്റിന് ഇത് കണക്കത്തൊരു വണ്ടി ഉണ്ടായിരുന്നു. അതിപ്പോൾ റീസ്റ്റോറൊക്കെ ചെയ്തിറക്കാൻ ഭയങ്കര കിടിലായിട്ട് മാറുന്നുണ്ട് വണ്ടി. കാണാൻ നല്ല ലുക്കാണ്. ഇതിന് വേറെ എന്തോ ഒരു പേരും പറയുമായിരുന്നു. ഇത് അത്യാവശ്യം ഇപ്പോൾ ഭയങ്കര വിലയുള്ള വണ്ടിയാണ്. അതാണെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ പോലും ഒന്നും കിട്ടുന്നില്ല. എൻ്റെ ലോഗോ പോലും കാണാനില്ല കേട്ടോ. ബാക്കിലും ഒന്നുമില്ല. ഇത് ഫിയറ്റ് ആണെന്നാണ് തോന്നുന്നു. ഫിയറ്റ് തന്നെ. ഫിയറ്റിൻ്റെ ലിനോയോ അങ്ങനെ എന്തോ പറയുമല്ലോ, ഒരു 123 അങ്ങനെ എന്തോ ഒരു മോഡൽ വരും. ഇതിൻ്റെ മോഡൽ ഞാൻ മറന്നുപോയി, ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എത്തുന്നില്ല. വണ്ടിയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് മാരുതിയുടെ വണ്ടികളാണ്. ഒമിനി, അതേപോലെ തന്നെ ഒമിനിയാണ് ഇപ്പോൾ ഈ ഒരു സൈഡിൽ കൂടുതൽ കിടക്കുന്നത്. ഒമിനി, നാനോ, സെന്ന്. അതെ, ഈ സെന്നിൻ്റെ ഡോർ പാഡൊക്കെ നിങ്ങൾ അവൈലബിൾ ആണോ? ഫൈബർ. സെന്നിൻ്റെ ഏറ്റവും കൂടുതൽ പോകുന്ന ഡോർ പാഡാണ്. സെന്ന് അങ്ങനെ പൊളിച്ച് കളയാനായിട്ട് അങ്ങനെ വണ്ടി വരുന്നുണ്ടോ? ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ടോ ഇപ്പോൾ? അപ്പോൾ ഈ ഒരു വണ്ടി ജസ്റ്റ് തുറന്നു നോക്കാം. ഓ, ഇതിനകത്ത് ഡോർ പാഡ് ആ സൈഡിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് സാധാ ഡോർ പാഡാണ്. ഫൈബറിൻ്റെയാണ് എല്ലാവർക്കും ആവശ്യം. എല്ലാവർക്കും ഫൈബർ വേണം. കാരണം ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം കീറിപ്പോവും. സെന്ന് ഇവിടെ ഒരുപാട് കിടപ്പുണ്ടോ? ഞാൻ വരുന്ന വഴിക്കൊക്കെ സെന്നാണ് കിടക്കുന്നത്. എക്സെൻറ്റ് ഇതിൻ്റെ എക്സെൻറ്റിൻ്റെ അകത്തിരിക്കുന്ന എൻജിനാണ്. ഇതിനകത്ത് ഒന്നും ഊരിയിട്ടില്ല തോന്നുന്നു. എൻജിൻ്റെ ഭാഗത്തൊക്കെ അത് കണക്ക് തന്നെ ഉണ്ട്. ഇത് നമ്മൾ സെന്നിനകത്തൊക്കെ ഇരിക്കുന്ന എൻജിൻ ഈ ടൈപ്പ് അല്ലേ വെച്ചാലേ? ഈ സെന്നിനകത്തിരിക്കുന്ന ഈ ടൈപ്പ് എൻജിനാണല്ലേ? സെന്നിനകത്ത് വരുന്ന ഡീസൽ സെന്നിനകത്ത് വരുന്ന ഈ ടൈപ്പ് എൻജിനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. അവിടെ ഞാൻ വെയിറ്റാണ്. പിന്നെ ഈ കിടക്കുന്ന ഇത് മറ്റേ ഹുണ്ടായിലെ വെർണ. അതും സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അതൊക്കെ ഒരു പൊളിക്കായിട്ടേക്കാം. നിനക്ക് ആൾ വന്നാൽ പോവേണ്ടതാണ്. സെന്ന് പുതിയ മോഡൽ. പുതിയ മോഡലല്ല, പഴയ മോഡലാണ്. സെന്ന് പഴയ മോഡലാണ് കേട്ടോ. ഓ, എവിടെയൊക്കെ ക്യാമറ തിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇത് എവിടെയൊക്കെ ആൾക്കാർ സാധനം ഇളക്കാനൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നമുക്ക് അതുവഴി കറങ്ങി വരാൻ പറ്റുമോ? അതിലേ പോകാൻ പറ്റില്ല അല്ലേ? അതാ ഒരു ഹോണ്ട സിറ്റി, അതേപോലെ തന്നെ ഒരു സ്കോഡയുടെ വണ്ടികൾ ഇവിടെ ഒരുപാടുണ്ട്. അങ്ങോട്ടൊന്ന് കാലെടുത്ത് കുത്താൻ പറ്റാത്ത രീതിയിൽ വണ്ടി നിറഞ്ഞെടുക്കാം. വണ്ടിയുടെ സ്പെയറുകൾ മൊത്തം ഇളക്കി ഇട്ടിരിക്കുന്നതെ കൊണ്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അയ്യോ, ഞാൻ തന്നെ കണഞ്ഞു മറിഞ്ഞ് പോവാൻ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ കിടക്കണേ കാടാണ്. ഇതിനകത്ത് ചിലപ്പോൾ ആശാമാർ കാണും. ടൂ വീലർ ഒരുപാടുണ്ട്. ടൂ വീലർ അവിടെ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുക. 150 അല്ലേ? ഇന്നലെ ഞാൻ ഇതിലുള്ളൊരു സാധനം തിരക്കി കിടക്കുക. അത് കിട്ടി. ഇതിനകത്തുണ്ടോ എന്ന് നോക്കട്ടെ. ഇന്നലെ ഞാൻ എൻ്റെ ബൈക്കിന് വേണ്ടിയിട്ടൊരു സാധനം തപ്പിപ്പോയായിരുന്നു. ആ ഒരു സാധനം ഇതിനകത്തുണ്ടോ എന്ന് ഒന്ന് തപ്പി നോക്കട്ടെ. യെസ്, ഇതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷേ ഈ സോക്കറ്റ് വ്യത്യാസമുണ്ട്. ഈ ഇരിക്കുന്ന റെഗുലേറ്റർ എന്നൊരു സാധനം അത് 150 ആണ്. അത് പഴയ മോഡലാണ്. എൻ്റെ ഇരിക്കുന്നത് പുതിയ മോഡലാണ്. ഇത്രയും നേരം നമ്മൾ വന്നിട്ട് അൾട്ടോ ഇപ്പോഴാണ് ഒരെണ്ണം കാണുന്നതെന്ന് തോന്നുന്നല്ലേ? അവിടെ കിടപ്പുണ്ടല്ലോ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ഒരു വണ്ടി ഉള്ള കാര്യം. പിന്നെ ഇത് ഈ കിടക്കുന്നത് അത് സ്കോഡയാണോ? ഇല്ലല്ലോ. ആ, ഫിയസ്റ്റ ആണോ? ഫിയസ്റ്റ ഇങ്ങനത്തെ ഇതല്ലല്ലോ. പിന്നെ വേറെ ഒരു ടൊയോട്ട ആണല്ലോ ഇത്. ടൊയോട്ട ബോഡിയിൽ ടൊയോട്ട ഒന്ന് കൊടുത്തേക്കും. അപ്പോൾ ഇതില്ല ഇതാണോ? ഇത് യാരിസല്ലോ.
എറ്റിയോസാ. ഇത് ടൊയോട്ടോയുടെ വണ്ടി, ആൾക്കാർ തൊട്ടടുത്ത് കിടക്കുവാട്ടെ. അതെ, ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് പോകണമെന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ലാൻസർ ഉണ്ടോ, കാടും പിടിച്ച് കിടക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഇൻഡിക്ക കിടപ്പുണ്ട്. അതെ, ബാക്കി സെന്ന് മാരുതി. നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല അല്ലേ? ആ ഒരു സൈഡിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. നമ്മുടെ ഈ സെന്നും മാരുതി ആയിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ, ചെറിയ വണ്ടികൾ ഒരുപാട് കിടപ്പുണ്ട് അവിടെ നിന്നൊക്കെ സ്പെയറുകൾ ഊരാറുണ്ട്. അവിടെയൊക്കെ അങ്ങനെ ഒരുപാട് കിടക്കുക. കാട് കിടക്കുന്നതിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ലോഡ് വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് ഏത് സ്പെയറിനും ഇവിടെ വരാൻ കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്ത് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ഇതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ എനിക്ക് വന്ന് കറക്റ്റായിട്ട് എത്താൻ പറ്റിയില്ല. പിന്നെ ഇവരെ കയ്യിലായിട്ട് വേറെ വണ്ടികളും സെയിലിന് വേണ്ടി കിടപ്പുണ്ട് കേട്ടോ. നല്ല വണ്ടികളൊക്കെ ഒരു സെയിൽ ചെയ്യുന്നുണ്ട്. ബുക്കും പേപ്പറും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കൂടുതൽ ഈ സെന്നും അങ്ങനെയൊക്കെയുള്ള വണ്ടികളാണ്. അത് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചില്ല, ഇപ്പോഴല്ല. ഹോണ്ട സിവിക്കാണ് ഈ കിടക്കുന്നത്. ഈ ഒരു സ്ഥലം നിങ്ങൾ വേറെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവാം. ഇത് ഇപ്പോഴത്തെ ലാസ്റ്റ് അപ്ഡേഷൻ ഉള്ള രീതിയിൽ കണ്ടാൽ മതി. ഈ ഇരിക്കുന്ന സാധനം ഇങ്ങനെ മൂടി കെട്ടിയിട്ടിരിക്കുക. വണ്ടി അതൊന്നും ഞാൻ കണ്ടില്ല. ഞാനിപ്പോൾ നോക്കുമ്പോഴാണ് ഏറ്റവും പുതിയ മോഡൽ സ്വിഫ്റ്റ് ഫ്രണ്ട് അടിച്ചത് ടോട്ടൽ ലൂസ് ആയി പോയാൽ അതിൻ്റെ ആ എഞ്ചിൻ്റെ ഭാഗമൊക്കെ കുറേ അവിടെ വെളിയിൽ കാണാം. പഴയ മോഡൽ മാരുതി ആണ്. ഇതും അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയായിരുന്നു. 1.6 ഇറങ്ങിയിട്ടുള്ളത് ഈ വണ്ടി. പക്ഷേ ഇതിൻ്റെ സ്പെയറും ഇവിടെ ഓക്കെയാണ്. ഫ്രണ്ട് കണ്ടില്ലേ, ഫ്രണ്ട് കുറേയൊക്കെ പോയി, ബോണറ്റോ സാധനങ്ങളൊക്കെ പോയി. എഞ്ചിൻ്റെ സ്പെയറൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എഞ്ചിൻ സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, പക്ഷെ നല്ല ലുക്ക് വണ്ടിയാട്ടോ. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാണുന്ന സൈഡ് ബീഡിങ്ങാണ് സ്റ്റീലിൻ്റെ. ഇത് വല്ലാത്തൊരു പ്രീമിയം ലുക്കാണ് കൊടുക്കുന്നത് ഈ വണ്ടിക്ക്. പിന്നെ 1.6 ആണ്, നല്ല പവറായിരിക്കും. പിന്നെ ഇത് ബീറ്റ് ഉണ്ട്. അതാ ദേവു ഇല്ലേ? യെസ്. ഈ ഒരു വണ്ടിക്കകത്ത് മൊത്തമായിട്ട് എൻജിൻ്റെ കുറേ സാധനങ്ങൾ, ഈ പരിസരത്തുള്ള കംപ്ലീറ്റ് പാർട്സും ഇതിനകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. നോക്കൂ എന്തെല്ലാം ഇങ്ങനെ കിടക്കണം നോക്കണ്ട. ഇതൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി വരേണ്ടി വരും. കാരണം ഒറിജിനൽ ചിലപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടിയില്ലെങ്കിലോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ചൂഴ്ന്ന് പോവാണ് വണ്ടികൾ കാണിക്കാൻ വേണ്ടി. ഇതാ ഇവിടെ ഒരു സെന്ന് കിടക്കണം, നല്ല കിടലൻ ലുക്കിലുള്ള സെന്ന്. പക്ഷേ എന്ത് ചെയ്യാം, കഴിഞ്ഞു കഥ. സീറ്റൊക്കെ നോക്കി, സീറ്റൊക്കെ അന്ന് എടുത്തെങ്കിൽ കിടിലായിരുന്നു. ഇപ്പോൾ നരച്ചു പോയി. എന്നാലും ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതാ അവിടെ ഒരു പുതിയ മോഡൽ ടൈപ്പ് ഒരു സെന്ന് കിടപ്പുണ്ട്. അതാ നല്ല കിടിലം അലോയ് കേട്ടോ. നോക്കൂ, 4 അലോയ് ഉണ്ട്. ടയറും കൊള്ളാം. ഇത് ഏത് മോഡലാണ്? ടാറ്റ ഇൻഡിക്ക 2011 മോഡൽ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ, ബാക്ക് വൈപ്പറൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. വണ്ടി നോക്കിയാൽ നല്ല ലുക്കുണ്ട്. പക്ഷേ ആ അലോയ് അടിപൊളി. ഇതിൻ്റെ അലോയ് എല്ലാം തോന്നുന്നു അല്ലേ? ഇത് രണ്ടാമത് ഇട്ട അലോയാണ്. പക്ഷേ ഏത് വണ്ടിയിൽ ഇട്ടാലും എറിക്കും. എനിക്ക് തോന്നുന്നു 4 ടയറും നല്ല ടയറാണെന്ന് തോന്നുന്നു. ഇതാ വണ്ടിയുടെ ലുക്ക്, നല്ല കിടല ലുക്കിലിരിക്കുക. ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കുറേ വണ്ടികൾ കാണാം. അവിടെ ഫോർഡ് ഫിയസ്റ്റ കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. വെരിറ്റോ അങ്ങ് ബാഗ് കിടക്കണം അല്ലേ? ഏതെനിക്ക് മാറ്റാം. അത് ഇൻറ്റിക്കാണ്. ഒരു ബ്ലൂ കളർ വണ്ടി, ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു പഴയ മോഡൽ കമാൻഡർ ഇതാ കിടക്കുന്നു. ഇതൊക്കെ സിംഗിളായിട്ടുള്ള വണ്ടികളാണ്. ഇനി ഇതിൻ്റെ പുറകിലോട്ട് പോയാൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകൂടെ കാണിക്കാൻ പറ്റും. സോറി ഗൈസ്, നേരത്തെ കാണിച്ചത് അത് സ്കോഡ ഒക്ടാവിയ ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഫിയസ്റ്റയാണ്. ഫിയസ്റ്റ അല്ല. അതിൻ്റെ അകത്തൊരു പഴയ ജിപ്സിയുടെ ബോഡി കാണുന്നുണ്ട്. പിന്നെ മാരുതി ആയിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ വണ്ടികൾ. ഒരു രക്ഷയില്ല. സ്ക്രാപ്പ് യാർഡിൻ്റെ അകത്ത് കിടക്കുന്ന വണ്ടികൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പുതിയ വണ്ടികൾ ഒരുപാട് കിടപ്പുണ്ട്. ഇതൊക്കെ പല വിഷയങ്ങളുണ്ട്. ഓണർ കളഞ്ഞിട്ട് പോയ സെക്കൻഡ് ഓണർ, തേർഡ് ഓണർ, അധികം ഓണർ അല്ലാത്ത വണ്ടികൾ ഇവിടെ ഉണ്ട്. ഇടിച്ച വണ്ടികൾ, ചെറിയ വിഷയങ്ങളുണ്ട്, ബോർഡിൻ്റെ വിഷയങ്ങളുണ്ട് കളഞ്ഞിട്ട് പോകുന്നത്. എന്തായാലും ഇതിൽ ഒരുപാട് സ്പെയറുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സ്പെയർ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത്രയും വലിയൊരു യാർഡാണ് ഈ കിടക്കുന്നത്. കണ്ടോ, അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കടൽ കണക്ക് സാധനം കിടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മായ ബസാറിൻ്റെ തന്നെ അവർക്ക് തന്നെയുള്ളൊരു സർവീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇത് അവരെ സ്വന്തം സർവീസ് സ്റ്റേഷനാണ്. ഇവിടെ ഒരുപാട് വണ്ടിയിലെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ കിടക്കുന്ന ഒരു ബെൻസാണ് ഈ കാണുന്നത്. ഇത് സത്യം പറഞ്ഞാൽ കൊടുക്കാനല്ല, കണ്ടാത്തൊന്നും കൊടുക്കാട്ടേക്കണം. ഓ മൈ ഗോഡ്, ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ട്. ആ ഫ്രണ്ട് സൈഡിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്തായാലും സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മെക്കാനിക്കൽ പാർട്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക്
ഊരിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ട്രബിളും ഉണ്ട്. ബോർഡിൻ്റെയാണ് എല്ലാത്തിൻ്റെ. ഈ ബോർഡ് കംപ്ലയിൻറ്റ് വരുന്നതിനെ കൊണ്ടാണ് ഇത് കളഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ബാക്കി അല്ലാത്ത സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഊരിയെടുക്കാം. ഇതാണ് കണ്ടീഷൻ. ബാക്കൊക്കെ നോക്കി എത്ര നീറ്റായിട്ട് ഇരിക്കണല്ലേ. ഇതിൻ്റെ മോഡൽ ഏതാണെന്നുള്ളത് ഞാൻ ബാക്കിൽ നോക്കട്ടെ. CLK200 ഒരു കംപ്രസർ. യെസ്, കംപ്രസർ ആട്ടോ ഇത്. അതാ അതിൻ്റെ സൈഡിലായിട്ട് വേറെ വണ്ടി കിടപ്പുണ്ട്. ഇതുണ്ടോ കോളിസ്. അതിൻ്റെ സ്പെയർ ഇങ്ങനെ ഊരി കൊടുത്തോണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ പോയിട്ടുണ്ട്. ഡോറും കാര്യങ്ങളൊന്നും ഇല്ല. ഡോർ രണ്ട് സൈഡിലെ ബാക്കിലത്തെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കിയാൽ സെന്നും ഇതാണ് കിട്ടേക്കണം. നമ്മളെ കൊള്ളാത്ത വണ്ടികൾ ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുക. ഇത് ആക്സെൻ്റ് ഉണ്ടോ, ആക്സെൻ്റ്, സെന്ന്, കോളിസ്, അതാ പിന്നെ മാരുതി ആയിട്ടുണ്ട്. ഇത് അവിടെ നോർമൽ ഇഷ്ടം പോലെ ഉണ്ട്. ഫിയറ്റ് ആണല്ലേ, ഫിയറ്റ് അവഞ്ചർ അല്ലേ അതുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു സ്കോഡ ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇതും പൊളിക്കാനുള്ളതാണോ? ഇവിടെ സെയിലിനിട്ടേക്കുന്ന വണ്ടി ഏതാണ്? സെയിലുള്ള വണ്ടി ഒന്ന് കാണിക്കണം കേട്ടോ. ഇത് സെയിലാണ് അല്ലല്ലോ, പൊളിക്കാൻ. ഇതൊക്കെ ഈ വണ്ടിയും പൊളിക്കാനുള്ളതാണ്. ഇതിങ്ങനെ നിർത്തിയിരിക്കുക, അതിനകത്തൊന്നും ഒന്നും ഊരിയിട്ടില്ല. ഇത് നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ കമ്പനി പെയിൻറ്റിനൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ടൊരു മാരുതി സെന്നുണ്ട്. ഈ സംഭവം കൊടുക്കാൻ ഉള്ളതെന്നാണ് പറഞ്ഞത്. തുണിയൊക്കെ ഇട്ട് വെച്ചേക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇത് കൊടുക്കാനുള്ള വണ്ടിയാണ്. 1998 മോഡൽ കാർബറേറ്ററാണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കൊള്ളാം. നമ്മളെ പയ്യന്മാർക്ക് പറ്റിയ വണ്ടി കേട്ടോ. നല്ല ലുക്കുണ്ട്. ബോഡിക്ക് നല്ല ലുക്കുള്ള വണ്ടിയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം. ചെറിയ ബഡ്ജറ്റ്. ഇത് നോക്കിയാൽ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ലുക്കുണ്ട്. അതൊക്കെ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം കൊണ്ട് കിടക്കാം. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 40 രൂപയാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോയെന്നുള്ളത് ചോദിച്ചാൽ അറിയാൻ പറ്റും. വരുന്നവർ വന്ന് ചോദിച്ചാൽ മതി. 40 രൂപ ഓൾറെഡി ചോദിക്കുന്നുണ്ട്. ഗൈസ്, ഞാനിത് ആദ്യം പൊളിക്കുന്നതാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ വണ്ടിയുടെ ലുക്ക് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇത് പൊളിക്കാനുള്ളതാണോ. ഇത് പൊളിക്കാനുള്ളതല്ല, ഇത് കൊടുക്കാനുള്ളതാണ്. ഇത് 2005 മോഡലാണ്. ഇതിന് എത്ര രൂപ ചോദിക്കുന്നത്? 70 രൂപ. ടയറും കാര്യങ്ങളൊക്കെ ഒരു 60% ഉണ്ട്. ബാക്ക് ടയറൊന്നും കുഴപ്പമില്ല. ഈ വണ്ടിക്ക് അവർ ചോദിക്കുന്ന പ്രൈസ് 70 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതും ഇവിടെ തൂക്കാവുന്നതാണ്. ഇത് കസ്റ്റമർ വെയിറ്റിംഗ് ഏരിയ ആണ്. ഈ വെയിറ്റിംഗ് ഏരിയയുടെ സൈഡിലായിട്ട് നോക്കി ഒരു പഴയ ചേതൊക്കെ എടുത്ത് വെച്ചേക്കുന്നുണ്ട്. ചേതൊക്കെ വെസ്പയാണോ, ചേതൊക്കെ അല്ലേ. ഓക്കെ, ഒരു വണ്ടി അതേ കണക്കിട്ട് തൂക്കിയിരിക്കുക വലിയ ചെയിനിൽ. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വണ്ടിയുടെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ അത് നമ്മൾ ഈ സാധാരണ ചായക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് കണക്ക് ഇപ്പോൾ കാണാൻ പറ്റും. നല്ല കിട്ടുന്ന ചായക്കടയിലൊക്കെ അതൊരു ലുക്ക് തന്നെ ആണ്. ഈ ഗ്യാരേജിൻ്റെ അത് കണക്ക് തന്നെ ഈ സ്ക്രാപ്പ് യാർഡിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള ടോട്ടൽ ഇദ്ദേഹമാണ് ഓണർ. അദ്ദേഹം തന്നെ ഇവിടെ ജോലിയിലാണ്. കണ്ടോ, അദ്ദേഹത്തിൻ്റെ തന്നെ പരിപാടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ 2 വീലർ ഇരിപ്പുണ്ട്. ഓക്കെ, നല്ല കിടുക്കാച്ചി ബൈക്കുകൾ പഴയ മോഡലും ഉണ്ട്. ഇതിൻ്റെയൊക്കെ സ്പെയറുകൾ അവർ ഇളക്കി തരുന്നത്. അവിടെ ആയിട്ട് വേറൊരു പുതിയ മോഡൽ ബുള്ളറ്റ്, പൾസർ, അതാണ് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ. പൊടിയൊക്കെ അടിച്ചിരിക്കണമെന്നേ ഉള്ളൂ. ഇതൊക്കെ സ്പെയർ ഇളക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇതിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ഒരു മെയിനായിട്ടുള്ള ഈ സർവീസ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. കിള്ളി ജംഗ്ഷൻ അടുത്തുള്ള സംഭവം മെയിൻ റോഡിൽ ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇവിടെ ആരുടെ ചോദിച്ചാലും പറഞ്ഞു തരും. ഇതിന് മായാ ബസാർ തന്നെയാണല്ലേ, മായാ ബസാർ. അതെ, ഇതിൻ്റെ ബോർഡ് ഞാൻ കാണിച്ചു തരാം. മായാ ബസാറിനുള്ളതാണെങ്കിലും ഇതിൻ്റെ പേരുണ്ട് മോക്സ് ഗാരേജ് എന്ന് പറഞ്ഞ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെ സർവീസും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മറക്കേണ്ട, ഇങ്ങനെയുള്ള സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. 2 വീലർ അങ്ങനെ പൊളിച്ച് കളയാറാണ് പതിവ്. സാധാരണ ഇത് ഇങ്ങനെയൊന്നും ഒരു സൂക്ഷിച്ച് വയ്ക്കില്ല. ഇത് വരുന്നവർക്ക് എളുപ്പത്തിന് സാധനങ്ങളൊക്കെ എടുക്കാം. മെയിൻ മഴ നനയാതെ വെച്ചിരിക്കുന്നത് കൊണ്ട് സാധനങ്ങൾ ഇലക്ട്രോണിക്സ് പാർട്സ് ഒന്നും പാഴിപ്പോകില്ല കേട്ടോ. അങ്ങനെയുള്ളൊരു ഉപയോഗം. ഇവിടെ വേറെയും കുറേ വണ്ടികൾ കിടപ്പുണ്ട്. ഒരു അൾട്ടോ കിടപ്പുണ്ട്. അതിൻ്റെ പുറകിലായിട്ടൊരു മഞ്ഞ സെൻ. ഇത് ലോക്കാണ് സംഭവം. ഇതിനകത്ത് ഞാൻ നോക്കുന്നത് ഡോർ പാഡാണ്. പക്ഷേ ഡോർ പാഡ് സാധാ ഡോർ പാഡാട്ടോ. പക്ഷേ വണ്ടി നോക്കിയേ, വണ്ടി നല്ല ലുക്കായിട്ട് ഇരിക്കുക. എൻ്റെ പോയിൻ്റെ ഇതടക്കുന്നൊരു പഴയ മോഡൽ ജീപ്പ് ആ കുഴിക്കകത്തായിപ്പോയി. എൻ്റെ കുറേ ബൈക്കുകൾ ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു സൈഡ് മൊത്തത്തിൽ ബൈക്കുകൾ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇത് നോക്കിയാൽ ഇത് ഇനി വേണമെങ്കിൽ പണിഞ്ഞെടുക്കാവുന്നൊരു വണ്ടിയാണ്. ആ ലുക്കിലിരിക്കുന്നത്. ഇത് നിങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ടേക്കാണ് അല്ലേ? അതായത് ആരും വന്നാൽ കൊടുക്കൂ. ഓ, ഈ വണ്ടി പൊളിക്കാനല്ല, എനിക്ക് ഡൗട്ടുണ്ട്. ഈ വണ്ടിയിൽ നിന്ന് ആരും പൊളിക്കൂല. ഇത് അവരിപ്പോൾ പണിഞ്ഞെടുക്കാൻ പോകുന്നത്. എങ്ങനെ വേണം പണിഞ്ഞെടുക്കാം. ഇനി എത്ര സ്ക്രാപ്പായാലും പണിഞ്ഞെടുക്കാൻ പറ്റിയ മുതലാണിത്. കാരണം അത്രയും ഷോ നടത്താൻ പറ്റിയ വണ്ടിയാണ്. അത് അവർ ഇതൊരു പണിയാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പണിയാം, വിഷയമില്ല.
കിടക്കുന്ന 800 സീറ്റാണ് ഈ കാണുന്നത്. ഇതൊക്കെ പൊളിക്കാനുള്ളതുണ്ട്, നല്ല സീറ്റ്. നോക്കൂ, ഇത് MB5 ആണ് അല്ലല്ലോ. MB5 ഡിമാൻഡുള്ള വണ്ടികളായിരുന്നു. അത് നല്ല വൃത്തിയുള്ള ഒരു മാരുതി 800. നോക്കി എൻ്റെ ലുക്കാന്ന് നോക്കിയേ, ബോഡിക്കൊന്നും ഒരു തുരുമ്പോ ഒന്നുമില്ല, നല്ല ന്യൂ ലുക്ക് ഇരിക്കുന്നത്. ഇത് MB5 ആണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ഞാൻ തുറന്നു നോക്കാം. ഞാൻ ലുക്ക് കണ്ടപ്പോൾ വിചാരിച്ചു ഇത് MB5 ആണെന്ന്, പക്ഷേ MB5 അല്ല, കാർബറേറ്ററാണ് കേട്ടോ. പക്ഷേ ഇതിനകത്തൊന്നും തൊട്ടിട്ടില്ല. ഈ സാധനമൊക്കെ നല്ല എഞ്ചിൻ്റെ സ്പെയറും സാധനങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അവിടെ കൊള്ളാത്തതുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ ഗ്യാരേജിൻ്റെ സൈഡിലാക്കി ഇട്ടിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ കിടിലോസ്കി ഒരു സാധനം നോക്കൂ, ഒരു കലമൊക്കെ വെച്ച് തലയിൽ വെച്ച് കൊണ്ടുപോവാണ് തോന്നുന്നു. ലാൻസർ അങ്ങനെ ഉണ്ട്. ഇതും പൊളിക്കാട്ടേക്കാണ്. ഈ സാധനമൊക്കെ നല്ല സാധനങ്ങളുണ്ടായി ഈ വണ്ടി. ഇതാ ഇതിൻ്റെ ഡിസ്കുകളൊക്കെ കൊള്ളാം കേട്ടോ. ഡിസ്ക് കൊള്ളാം, നല്ല അത്യാവശ്യം വേണ്ട ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നോക്കൂ, സീറ്റ് കാര്യങ്ങളൊക്കെ കൊള്ളാം, കിടിലൻ സീറ്റ്. ഇതൊന്ന് കവറിട്ട് എടുക്കുന്ന പാടുള്ള നല്ല കിടിലൻ ലുക്കാണ് കേട്ടോ ഈ വണ്ടിയുടെ അകത്തെ ഡാഷ്ബോർഡ് ആയാലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ സാൻഡ്രോ, ഇതെല്ലാം പൊളിക്കാനുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഇതാ വേറൊരു മാരുതി സെൻ കേട്ടോ. മാരുതി സെൻ ഉണ്ട്, അതൊക്കെ പൊളിക്കാനുള്ളതാണ്. വേറൊരു സെൻ കിടപ്പുണ്ട്. അയ്യോ ഇതിനകത്തൊരാളുണ്ട്, ഞാൻ കണ്ടില്ലേ. നോക്കൂ, സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. എന്നെ ഒരു പരിചയമില്ല, ഞാൻ വന്നിട്ട് കുരച്ചിട്ടുമില്ല. കാവൽക്കാരനാണ് കേട്ടോ. വീട്ടിനകത്ത് വെച്ചത് ഭാഗ്യമായി. പിന്നെ ഒരു ഫിയറ്റിൻ്റെ പൂണ്ടോ ഒന്ന് അവിടെ കിടപ്പുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ വരെ ഗ്യാരേജ് എന്തൊക്കെ ആയിരുന്നു കേട്ടോ. പെയിൻ്റൊക്കെ അടിച്ച് വേറൊരു ലെവലിൽ ഇട്ടിരിക്കുവാണേ. പൂണ്ടോ, സാൻഡ്രോ, ഇതൊക്കെ പൊളിക്കാനുള്ളതും പണിയാനുള്ള വണ്ടികളുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും കുറേ വണ്ടികളുണ്ട് ഇവിടെ. ഇതിവിടെ സർവീസിനൊന്നും വണ്ടിയാണ്, പക്ഷേ ഇതിലുള്ള സെയിം വണ്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ബൈക്കിൻ്റെ അളവിൽ ഇതേ സെയിം ഒരു വണ്ടി ഇരിപ്പുണ്ട്. ഇതിൻ്റെ സ്പെയർ ഒരു ഇളക്കി തരും. നിജം ഫോർഡിൻ്റെ ഒരു ഫിഗോ കിടപ്പുണ്ടേ, നിജ കവാസാക്കി, അത് അതിൻ്റെ മൂലയിൽ ഇരിപ്പുണ്ട്. അത് പൊടിയടിച്ചിരുന്നതിനെ കൊണ്ട് ശ്രദ്ധിച്ച് കാണത്തില്ല. ഇതായിരിക്കുന്ന